ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ വിയപുരം ജോർജ് കുട്ടി. ഈ ദിവസങ്ങളിൽ ശിശുസ്ഥാനത്തെക്കുറിച്ചും വിശ്വാസാനന്തരമുള്ള സ്ഥാനത്തെക്കുറിച്ചും ചെറിയ ചെറിയ വീഡിയോകൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. മറ്റൊരവസരത്തിൽ ഒരു ക്രിസ്ത്യൻ സ്നേഹിതൻ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പഴയ നിയമകാലത്ത് യഹൂദാജനത്തിന് അബ്രഹാമ്യ സന്തതിക്ക് 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുക എന്നൊരു കർമ്മമുണ്ടായിരുന്നു. പുതിയ നിയമകാലത്ത് അതിന് പകരമായിട്ടാണ് ഞങ്ങൾ മാമോദീസ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു പഠനം ഞാൻ നടത്തുകയും അതിൽ നിന്ന് ദൈവവചനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ടാണ് കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8-ാം ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. അബ്രഹാമിന് ദൈവം കൊടുത്ത ഒരു ഉടമ്പടിയാണ് അവരുടെ പുരുഷപ്രജയൊക്കെയും 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുക എന്നുള്ളത്. ശരീരത്തിൻ്റെ ഒരു ഭാഗം അല്പം മുറിച്ചു മാറ്റുക എന്ന പ്രക്രിയയാണ് അതിൽ കൂടെ അവിടെ നടത്തിയെടുക്കുന്നത്. അത് അബ്രഹാമ്യ തലമുറകൾക്ക് അബ്രഹാമ്യ മക്കൾക്ക് തലമുറ തലമുറയായി ദൈവം വെച്ച ഒരു ഉടമ്പടിയുടെ നിയമമാണ് അത്. എന്നാൽ അത് കൊടുക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ യഥാർത്ഥമായുള്ള പരിച്ഛേദനയുടെ അർത്ഥം കൂടെ അവരെ ദൈവം ഗ്രഹിപ്പിച്ചു. അതും ബൈബിളിൽ പഴയ നിയമത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 16-ാം വാക്യം, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ. ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്തെ അല്പം മുറിച്ചു കളയുക എന്നുള്ള അർത്ഥമല്ല ദൈവം അവിടെ ആഗ്രഹിച്ചത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം, ഹൃദയമാണല്ലോ എല്ലാറ്റിനും പ്രധാനപ്പെട്ട അവയവവും, ദൈവം വസിക്കുന്നതുമൊക്കെ ഹൃദയത്തിലാണല്ലോ. അപ്പോൾ ഹൃദയം മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ചസ്, ഒരു മാറ്റം വരുത്തുക. അപ്പോൾ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ഏൽക്കണം. ഇനി ആവർത്തന പുസ്തകം 30-ാം അധ്യായം 6-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. അപ്പോൾ തലമുറ തലമുറയായി പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയത്തിനൊരു രൂപാന്തരം, ഹൃദയത്തിനൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായം 4-ാം വാക്യം, നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളവീൻ. ഏതായാലും ഹൃദയം വെളിയിലെടുത്ത് ഹൃദയത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളയാനൊക്കത്തില്ലല്ലോ. അപ്പോൾ ദൈവം ഇവിടെ അർത്ഥമാക്കുന്നത് ഹൃദയത്തിനൊരു മുറിവുണ്ടാകുക എന്ന് വെച്ചാൽ ഒരു മാനസാന്തരം ഉണ്ടാകുക എന്നുള്ള അർത്ഥത്തിലാണ് പഴയ നിയമത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു? അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. അപ്പം ചെവി കൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് അംഗീകരിക്കുക. അപ്പം ചെവിക്ക് പരിച്ഛേദന, ഹൃദയത്തിന് പരിച്ഛേദന എന്ന് വെച്ചാൽ ആഴമേറിയ ഒരു മാനസാന്തരം തൻ്റെ ജനമാകുന്ന യഹൂദൻ ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അതിൻ്റെ വ്യാഖ്യാനം ഒരു പക്കാ യഹൂദനായിരുന്ന പൗലോസ് വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. റോമാലേഖനം 2-ാം അധ്യായം 28-29 വാക്യമേ, പുറമേ യഹൂദനായവൻ അല്ല, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന, അത് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പോൾ പൗലോസ് അത് വ്യാഖ്യാനിക്കുന്നത് കൈകൊണ്ടുള്ള ആ പരിച്ഛേദനയൊന്നും അല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എന്ന് വെച്ചാൽ ആഴവേറിയ ഒരു മാനസാന്തരമാണ് വേണ്ടിയതെന്നാണ് പൗലോസ് പറഞ്ഞത്. വീണ്ടും പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അല്ലെങ്കിൽ പൗലോസ് ഇങ്ങനെ പറയണമായിരുന്നു, നാമല്ലോ പരിച്ഛേദനക്കാർ, മാമോദീസ ഏറ്റ നാം തന്നെ എന്ന് പറയണമായിരുന്നു. അങ്ങനെ പറയാതെ താൻ പറഞ്ഞത് എന്താണ്? നാമല്ലോ പരിച്ഛേദനക്കാർ,
ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പരിച്ഛേദനയുടെ പൊരുൾ മാമോദീസ അല്ല. പരിച്ഛേദനയുടെ പൊരുൾ മാനസാന്തരമാണ്. അതുകൊണ്ട് പഴയ നിയമ പരിച്ഛേദനയുടെ പൊരുളായിട്ട് മാമോദീസ ഏക്കുന്നു എന്ന് പറയുന്നത് അതൊരു നല്ല വ്യാഖ്യാനമൊന്നുമല്ല. ശരിയായ വ്യാഖ്യാനം മാനസാന്തരമാണ് ശരിയായ പരിച്ഛേദന. എഫേസ്യ ലേഖനം 5:17 ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അതാണ് ശരിയായ പരിച്ഛേദന എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഭൂമി വന്നപ്പോൾ കർത്താവ് പരിച്ഛേദന ഏറ്റു. ലൂക്കോസിൻ്റെ സുവിശേഷം 2:21 പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിപ്പിക്കും മുമ്പേ ദൂരം പറഞ്ഞതുപോലെ അവന് യേശു എന്ന പേർ വിളിച്ചു. അപ്പോൾ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഈ പരിച്ഛേദന നടക്കുമ്പോഴാണ് പേര് ഇടുന്നത്. അപ്പോൾ കർത്താവിൻ്റെ പേരും 8-ാം നാളിൽ ഇട്ടു എന്നവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം യേശുവിനെ 8-ാം നാളിൽ പരിച്ഛേദന ഏൽപ്പിച്ചു എന്നാണ്. കാരണം യേശു ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ചു, യഹൂദനായി വളർന്നു. യഹൂദൻ്റെ അംഗീകരണം കിട്ടണമെങ്കിൽ യേശുവും തീർച്ചയായും പരിച്ഛേദന ഏൽക്കണം. ഇല്ലെങ്കിൽ അവരുടെ സിനഗോഗയിൽ പോയി പ്രസംഗിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ ഒന്നും കഴിയത്തില്ലായിരുന്നു. യേശു പെരുന്നാളിൽ പോയി, യേശു പെസഹ കഴിച്ചു. ഇതെല്ലാം യേശു യഹൂദൻ എന്ന രീതിയിൽ യേശു അതെല്ലാം ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ യേശുവും 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റു. ഞാൻ പരിച്ഛേദന ഏറ്റല്ലോ അത് മതിയെന്നാണോ? അല്ല. യേശു യോർദാൻ നദിയിൽ പോയി യോഹന്നാൻ്റെ കൈ കീഴിൽ യോർദാൻ നദിയിൽ ഇറങ്ങി, വെള്ളത്തിൽ ഇറങ്ങി യോഹന്നാൻ അവനെ സ്നാനം കഴിപ്പിച്ചു എന്ന് വായിക്കുന്നു. അപ്പോൾ പരിച്ഛേദനയുടെ പൊരുളാണ് സ്നാനമെങ്കിൽ യേശു പരിച്ഛേദന ഏറ്റ യേശു വീണ്ടും സ്നാനമേൽക്കേണ്ട കാര്യമില്ല. അപ്പോസ്തലനായ പൗലോസ് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഫിലിപ്പിയ ലേഖനം 3:4-5 ഞാൻ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ഒരു നല്ല യഹൂദനായി യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ച് 8 9 ദിവസത്തേക്ക് മാറ്റിവെച്ചില്ല, 8-ാം നാളിൽ തന്നെ പരിച്ഛേദന ഏറ്റവനാ. അവൻ ചെയ്തു വന്നത് യേശുവിൻ്റെ മതക്കാരെ മുഴുവൻ, യേശുവിനെ പിൻപറ്റുന്നവരെ മുഴുവൻ കൊന്നുമുടിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ പരിപാടി. അതിനുവേണ്ടി ദമസ്കോസിലേക്ക് യാത്ര ചെയ്തപ്പോൾ നട്ടുച്ച സമയത്ത് സൂര്യനെ കവിഞ്ഞൊരു വെളിച്ചം തന്നെ മേൽ ചുറ്റിമിന്നി. അപ്പോസ്തല പ്രവൃത്തി 9-18 മുതലുള്ള വാക്യങ്ങളും അപ്പോസ്തല പ്രവൃത്തി 22 അതിലും തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. പെട്ടെന്ന് വെളിച്ചം തന്നെ മേച്ചുറ്റി പിന്നെ താൻ നിലത്ത് വീണ് തനിക്ക് എഴുന്നേക്കാൻ വയ്യാതായി. ഉടനെ ഈ അന്നവൻ്റെ പേര് ശൗലെന്നാ. ശൗല് പറഞ്ഞു, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. കർത്താവിനോട് ചോദിച്ചു, നീ ആരാകുന്നു? അപ്പോൾ അവനുണ്ടായ ശബ്ദം, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ എന്നുള്ള ദൈവശബ്ദത്തെ, കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ മുഖത്താണ് അവൻ പറഞ്ഞത്, നീ ആരാകുന്നു കർത്താവേ? ഉടനെ കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശു ആകുന്നു ഞാൻ. അടുത്ത പൗലോസിന്റെ മറുപടി ഇങ്ങനെ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെ കണ്ണ് കാണാൻ വയ്യാതെ 3 ദിവസം കണ്ണ് കാണാൻ വയ്യാതെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നേർവീതി എന്ന തെരുവിൽ യൂദ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ കിടക്കുക. ഉടനെ ദൈവം അനന്യാസോട് പറഞ്ഞു, അനന്യാസേ നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി ആ ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കണം. അനന്യാസ് പറഞ്ഞു, അവൻ ദൈവമക്കളെ മുഴുവൻ കൊന്നുമുടിക്കുന്നു, അല്ല അവൻ എനിക്ക് വേണ്ടി നിൽക്കേണ്ടവനാ. അനന്യാസ് എന്ന് പ്രാർത്ഥിച്ചുടനെ കണ്ണിൽ നിന്ന് ചെരുമ്പൊരു പോലെ ഒരു സാധനം താഴെ വീണു. അവൻ കാഴ്ച ലഭിച്ചാൽ നമ്മളാണെങ്കിൽ വെള്ളവും കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചേനെ. എന്നാൽ ശൗല് കാഴ്ച ലഭിച്ചുടനെ വെള്ളവും ഭക്ഷണവും ഒന്നും കഴിക്കുകയല്ല ചെയ്ത്, ഉടനെ പോയി അനന്യാസിന്റെ കൈ കീഴി സ്നാനമേറ്റു. പിന്നെ വന്നാണ് ഭക്ഷണപാനീയങ്ങൾ കൈക്കൊണ്ടത്. അപ്പൊ സ്നാനത്തിന്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണ്. പരിച്ഛേദനയേറ്റ ശൗലേ, പരിച്ഛേദനയുടെ പൊരുളാണ് സ്നാനമെങ്കിൽ നീ രണ്ടാമത് സ്നാനമേക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പരിച്ഛേദനയും സ്നാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പരിച്ഛേദനയുടെ പൊരുൾ എന്ന് പറഞ്ഞത് മാനസാന്തരമാണ്. എന്നോട് പറഞ്ഞ ആളിനോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പരിച്ഛേദനയുടെ നിഴലാണ് സ്നാനമെങ്കിൽ അന്നത്തെ കാലത്ത് ആൺകുഞ്ഞുങ്ങളെ മാത്രമേ
പരിച്ഛേദന കഴിച്ചോളല്ലോ, ഇപ്പം പിന്നെന്തിനാ നിങ്ങൾ പെൺകുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്നത്? പുള്ളിക്ക് ഉത്തരം മുട്ടിപ്പോയി. ഞാൻ പറയട്ടെ, പരിച്ഛേദനയുടെ നിഴലായി മാമോദിസ ഏറ്റെന്ന് പറഞ്ഞ് തൃപ്തിപ്പെടരുതേ. അത് ദൈവവനത്തിന് നിരക്കുന്നതല്ല. ദൈവവനത്തിന് നിരക്കുന്നത് വിശ്വാസാനന്തരമുള്ള സ്ഥാനമാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസാനന്തരമുള്ള സ്ഥാനത്തെക്കുറിച്ച് മുൻവിധി കൂടാതെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പ്രസംഗിച്ച സ്ഥാനം തിരുവചന വെളിച്ചത്തിൽ ശിശുസ്ഥാനം തെറ്റോ ശരിയോ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 9 പാട്ടുകളുള്ള വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബിൽ കയറി ബീവരം ജോർജ് കുട്ടി എന്നടിച്ചാൽ നിങ്ങൾക്ക് ആ പ്രസംഗം കിട്ടും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.